രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ വോട്ട് ഉറപ്പിക്കും, വോട്ട് ചെയ്യാനുള്ള അധികാരം ഉറപ്പാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി സ്വന്തം പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ പോലും ഉറപ്പിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു നിൽക്കുന്നു. വാസ്തവത്തിൽ അദ്ദേഹത്തെ ആരാണ് ചതിച്ചത്? അദ്ദേഹത്തിനെ ചതിച്ച അദ്ദേഹം തന്നെയാണ്. കാരണം അദ്ദേഹത്തിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളല്ല താനെന്ന് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടതാണ് ഒരു കാരണം. ഒന്ന്, അദ്ദേഹം ഈ വോട്ട് ചോരി യാത്ര നടത്തി. ആ വോട്ട് ചോരി യാത്ര നടത്തിയത് ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരായിട്ടാണ്. പക്ഷേ നമ്മുടെ ലോക്സഭയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് നഷ്ടപ്പെട്ടതിന് ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയാൻ പറ്റും. രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എൻ ഡി എയിൽ നിൽക്കുന്ന ഘടകകക്ഷികളെ പോലും ഒന്നിച്ച് തന്നോടൊപ്പം നിർത്താൻ കഴിയില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉപരാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് പറ്റിയ അടിസ്ഥാനപരമായ പ്രശ്നം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി പറയാനില്ല. അദ്ദേഹത്തിനെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ ഒരു ബദൽ രാഷ്ട്രീയം വയ്ക്കാനില്ല. അതൊക്കെ നന്നായിട്ട് പ്രതിപക്ഷ കക്ഷികൾക്കറിയാം. അതിൻ്റെ ദുരന്തമാണ് ഈ വോട്ട് ചോർച്ച.